അപ്പോൾ സിലിഗുരിയിലെ ഒരു ഏറ്റവും പ്രധാനമായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സംഭവം കേട്ടോ ഈ ഒരു കൊറോണേഷൻ ബ്രിഡ്ജ്. സംഭവം അടിപൊളിയാണ്. പിന്നെ സവോക്കിലാണിത് സ്ഥിതി ചെയ്യുന്നത്. നമസ്കാരം, മറ്റൊരു വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നുള്ളത് സിലിഗുരിയിലാണ്. നമ്മൾ ഇന്നലെ രാത്രി ഏകദേശം ഒരു 2 മണി കഴിഞ്ഞപ്പോഴത്തേക്കും, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്കറിയാം, നമ്മൾ ഇന്നലെ രാത്രി ഏകദേശം ഒരു 2:30 കഴിഞ്ഞപ്പോൾ 2 മണി 2:30 ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ സിലിഗുരി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവം നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ട് കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ആ ഒരു ചെറിയൊരു മൊണാസ്ട്രിയെ പോയി കണ്ടു. അകത്തോട്ടൊന്നും കയറ്റൊന്നുമില്ല. അപ്പം ഇവിടുത്തെ ഏറ്റവും വലിയൊരു മൊണാസ്ട്രിയാണ് ഈ കാണുന്ന ഇവം ഇന്ത്യ മൊണാസ്ട്രി എന്ന് പറഞ്ഞിട്ട്, ഫോർ സ്റ്റഡീസ്. അവിടുത്തെ ഈ ഒരു ബുദ്ധിസ്റ്റിൻ്റെ എന്താ പറയുക പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ പോലത്തെ ഒരു സംഭവം തോന്നും. അപ്പം നമ്മളെന്തായാലും ഇന്നിപ്പോൾ ഇവിടെ വന്നതാണ്. എന്തായാലും അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ക്ലോസ്ഡ് ആണ്. സംഭവം മറ്റൊന്നുമല്ല, ഒരു കോവിഡിൻ്റെ ഇഷ്യൂസൊക്കെ നിൽക്കുന്നത് കൊണ്ടിട്ട് പുറത്തുനിന്നുള്ള വിസിറ്റേഴ്സിന് ഇവിടെ അലൗഡ് ഇല്ല. അപ്പം നമുക്ക് എന്തായാലും ഇവിടം വരെ വന്നു. ഞങ്ങൾ ഇത് പുറത്ത് നമുക്ക് കാണാൻ പറ്റും, പുറത്തുനിന്ന് കണ്ടിട്ട് പോകാം. ഇനിയിപ്പം പ്രത്യേകിച്ച് ഇവിടെ നിന്ന് ഇനി നിന്നിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് അടുത്ത ഇനി ഈ സിലിഗുരിയിൽ എവിടെയാണ് നമുക്ക് കാണാനായിട്ടുള്ളത് അങ്ങോട്ടേക്ക് പോകാം. നല്ല കുറേ വില്ലേജസ് ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. സിലിഗുരിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയുമായിട്ട് 3 രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്ന ഒരു സ്റ്റേറ്റ് ആണ് സിലിഗുരി, അതായത് വെസ്റ്റ് ബംഗാൾ. അപ്പം ഭൂട്ടാൻ, നേപ്പാൾ, അതേപോലെ ബംഗ്ലാദേശ് ഇതേപോലെ 3 രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്ന ഒരു സ്റ്റേറ്റ് ആണ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത്. അപ്പോൾ വെസ്റ്റ് ബംഗാളിൻ്റെ ഇപ്പുറത്തെ അറ്റമാണ് സിലിഗുരി. അപ്പം നമുക്ക് എന്തായാലും ഇനിയിപ്പം ഇവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. നമുക്ക് ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് അടുത്ത ഏതെങ്കിലും നല്ല സ്ഥലങ്ങളിലോട്ടൊക്കെ പോകാം. നമുക്ക് ഇങ്ങോട്ട് വരുന്ന വഴി അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വില്ലേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാൻ അതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാലേ നമ്മളിനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്നാലും നമുക്കിനിയിപ്പം സിലിഗുരിയിലെ കാഴ്ചകൾ കാണാം. ബംഗാൾ സഫാരി ഇതിനകത്താണ് നമുക്ക് ആ ഒരു മൊണാസ്ട്രി നമ്മൾ റൂട്ട് ചെയ്തപ്പോഴത്തേക്ക് കാണിച്ചിട്ടുള്ളത്. ഇതിലെ കൂടെ ഒരു 4 കിലോമീറ്ററും കൂടെ പോകണമെന്നാണ് കാണിച്ചിട്ടുള്ളത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കംപ്ലീറ്റ് ആർമി ഏരിയ ആണ്. നമുക്ക് ഇവിടുന്ന് നേരെ ഇവിടുന്ന് എന്തോ ജീപ്പ് സഫാരി എന്തോ കൊണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പോകുന്നത്. ഇവാം ഇന്ത്യ മൊണാസ്ട്രി, ടോറിബറി വില്ലേജ്. അപ്പോൾ നമുക്ക് എന്തോ അവിടെ കാണുന്നതാണ് ആ ഒരു മൊണാസ്ട്രി. അകത്തേക്ക് കയറ്റുമോ എന്നുള്ളതൊക്കെ അവിടെ ചെന്നിട്ട് അറിയണം. ഞാനിപ്പം അതിൻ്റെ ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്കും ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ അത് ക്ലോസ്ഡ് ആണെന്നാണ് അറിയാൻ സാധിച്ചത്. അവിടെ കയറ്റുമോ എന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. കയറ്റുവാണെന്നുണ്ടെങ്കിൽ കയറാം, അതല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് നിന്നിട്ട് തിരിച്ചു വരാം. ഈ കാണുന്നതാണ് ആ ഒരു മൊണാസ്ട്രി. ഇവാം ആണെന്നറിയില്ല. EWAM ഇവം. അപ്പോൾ ഇവിടെ മൊത്തം ടിബറ്റൻ ഫ്ലാഗ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫ്ലാഗ് കാണുമ്പോഴത്തേക്ക് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എനർജി അത് പറഞ്ഞറിയാൻ പറ്റത്തില്ല. നമുക്ക് ഈ ഒരു യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര ഒരു ഫീൽ കിട്ടുന്ന ഒരു സംഭവമാണ് ആ ഒരു ടിബറ്റൻ ഫ്ലാഗ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ആ ഒരു മൊണാസ്ട്രി ആണ്. നമുക്ക് അകത്തേക്ക് കയറാനായിട്ട് പറ്റില്ല. ഇവിടെ ഈ പുറത്ത് നിന്ന് കാണുന്നേ ഉള്ളൂ. സംഭവം ഒരു 1.5 മുതലാണ്. നമ്മളുടെ ഏതാ പറയുക, ആ ഒരു കൂർഗിലൊക്കെ കണ്ടതിനെ വെച്ചിട്ട് അതിൻ്റെയൊക്കെ 2 ഇരട്ടി വരും. അമ്മാതിരി ഒരു സംഭവമാണ്. പക്ഷേ എന്താ പറയുക, നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല. എന്തായാലും പുറത്ത് നമുക്കുള്ള വിഷ്വൽസ് കുറച്ച് ഷൂട്ട് ചെയ്യാം. ഈ കാണുന്നൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്. നമുക്ക് ഇവിടുന്ന് അവിടെ സഫാരിയൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് ആ ഒരു എൻട്രൻസിൽ കണ്ടില്ലായിരുന്നു. അവിടെ ആ ഒരു എൻട്രൻസിൽ നിന്ന് അവിടെ നമുക്ക് സഫാരിയൊക്കെ ഉണ്ട്. അപ്പം അവിടുന്ന് അങ്ങോട്ടേക്ക് ഇവിടെ വന്നിട്ട് സഫാരിയൊക്കെ എടുക്കേണ്ടവർക്ക് സഫാരിയൊക്കെ വേണമെങ്കിൽ എടുക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ്ഡ് ആണെന്നാണ് തോന്നുന്നത്. ഈ ഒരു കോവിഡിൻ്റെ ഈ ഒരു ഇഷ്യൂ നിൽക്കുന്നത് കൊണ്ടിട്ട് മൊത്തം ക്ലോസ്ഡ് ആണെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഇതിലെ കൂടെ നടന്നു പോകാം. അപ്പോഴത്തേക്ക് അഫ്സൽ വണ്ടി എടുത്തിട്ട് വരട്ടെ. ഒരു മൊണാസ്ട്രിയുടെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തു. എന്താണ്, റൊട്ടിയും സബ്ജിയും. അപ്പോൾ നമ്മൾക്ക് ഇനിയിപ്പോൾ കഴിക്കാം. ഒരുപാട് നമുക്ക് ഇന്നോട്ട് സമയം വേസ്റ്റ് ആക്കണ്ട. സംഭവം കുഴപ്പമില്ല കേട്ടോ. ഇത്ര 4 ചപ്പാത്തി സബ്ജി 50 രൂപ.
ഇങ്ങോട്ട് നമ്മൾ ഈ ടൂറിസ്റ്റ് പ്ലേസിൽ പോകുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് കുറച്ചൊന്നും തോന്നുകയും ചെയ്യരുത്. എന്ത് സാധനം കഴിച്ചാലും അതിൻ്റെ റേറ്റ് ചോദിച്ചതിന് ശേഷം മാത്രമേ കഴിക്കുള്ളൂ. എന്നുണ്ടെങ്കിൽ മെനു തരാൻ പറയാം, മെനുവിൽ റേറ്റ് നോക്കിയതിന് ശേഷം മാത്രമേ കഴിക്കാവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ബില്ലടിച്ചായി കിട്ടും. അപ്പം ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കാം. നമ്മളിപ്പം അവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങി ഇനിയിപ്പോൾ നമുക്ക് സിക്കിം റൂട്ടിലേക്ക് നമ്മൾ ഓടുകയാണ്. നമ്മൾ എന്തായാലും ഡാർജിലിംഗ് പോകുന്നില്ല. ഡാർജിലിംഗ് നമ്മൾ എന്തായാലും സ്കിപ്പ് ചെയ്യുകയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഉള്ളത് 2-3 മൊണാസ്ട്രി ആണ്. മൊണാസ്ട്രി കംപ്ലീറ്റ് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. മൊത്തം പട്ടാളക്കാരാട്ടാ. നമുക്ക് ഈ പോകുന്ന റൂട്ട് മൊത്തം പട്ടാളക്കാരാണ്. ഈ റൈറ്റ് സൈഡ് കാണാൻ മൊത്തം ആർമി ഏരിയ ആണ്. അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉള്ള മൊണാസ്ട്രി കംപ്ലീറ്റ് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഈ ഒരു കോവിഡിൻ്റെ ഈ ഒരു സിറ്റുവേഷൻ നിൽക്കുന്നത് കൊണ്ടിട്ട് ഈ ഒരു ടെമ്പിളിലൊന്നും അകത്തേക്ക് കയറ്റില്ല. അപ്പം അതൊരു എന്താ പറയുക, ഭയങ്കര വലിയൊരു ബുദ്ധിമുട്ടായെന്നല്ല, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും അടുത്ത സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം അതിലൂടെ മറ്റൊരു കാര്യം തീരുമാനമായി, എന്തായാലും ഭൂട്ടാനിലേക്ക് കയറ്റില്ല. ഭൂട്ടാൻ ക്ലോസ്ഡ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പിന്നെ ഇപ്പം നേപ്പാളിലേക്ക് കയറ്റുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല. കോവിഡ് ടെസ്റ്റ് എടുക്കണമെന്ന് അറിയത്തില്ല. കോവിഡ് ടെസ്റ്റ് വേണമെന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ കയറില്ല. എനിക്ക് കോവിഡ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കോൺഫിഡൻസ് ഇല്ല. സോ നമ്മൾ കോവിഡ് ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നേപ്പാൾ കയറില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നേപ്പാൾ കയറാൻ നോക്കണം. ഇപ്പം നമ്മൾ നേരെ ഇനിയിപ്പോൾ പോകുന്നത് സിക്കിം റൂട്ടിലേക്കാണ്. ഇവിടെ ഇപ്പോൾ ഉള്ള ആ ഒരു 3 മൊണാസ്ട്രി ഉണ്ട്. 3 മൊണാസ്ട്രിയും ക്ലോസ്ഡ് ആണ്. നമ്മളിപ്പോൾ പോയ ആ ഒരു ഇവം പിന്നെ വേറെ നമ്മൾ ആദ്യം കണ്ട ആ ഒരു മൊണാസ്ട്രി, പിന്നെ വേറെ ഒരു 2 കൂടെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ ക്ലോസ്ഡ് ആണ്. വെറുതെ നമ്മളവിടെ പോയി പുറത്തുനിന്ന് കണ്ടിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് എന്തായാലും ഇനിയിപ്പം അങ്ങോട്ടേക്ക് നീങ്ങാം. ഇപ്പം ഏകദേശം എല്ലാം കംപ്ലീറ്റ് ഒരു ആർമി ഏരിയ ആണ് നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പം നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പക്ക ഫോറസ്റ്റ് ആണ്. എലിഫന്റ് ക്രോസിംഗ് സോൺ, സ്പീഡ് റെസ്ട്രിക്ഷൻ എൻഫോഴ്സ്ഡ് ഉൾപ്പെടെ. അപ്പം ഇതൊക്കെ എലിഫന്റ് ക്രോസിംഗ് ഏരിയ ആണ്. അപ്പം നല്ല ഫോറസ്റ്റിലൂടെയാണ് നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നോക്കാം എന്തെങ്കിലും ആനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. കിട്ടിയാൽ കിട്ടി, അല്ലെ ഊട്ടി. ഇവിടെയൊക്കെ മൊത്തം ഇവർ ഈ ഒരു ടിബറ്റൻ ഫ്ലാഗ് ഈ മരങ്ങളിലൊക്കെ കെട്ടിയിടുന്നുണ്ട്. അത് സംഭവം അതൊരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു പോസിറ്റീവ് വൈബാണ്. നമുക്കിപ്പം ഈ ഒരു സിലിഗുരിയിൽ വന്നു കഴിഞ്ഞാൽ സിലിഗുരിയിൽ നമുക്ക് കുറേ അധികം മൊണാസ്ട്രീസ് ഉണ്ട്. പിന്നെ അതേപോലെ ഒരു ഹോങ്കോങ് മാർക്കറ്റ് ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഈ ഒരു സിലിഗുരിയിൽ ഈ ഒരു കോവിഡിൻ്റെ ഈ ഒരു ഇഷ്യൂ നിൽക്കുന്നത് കൊണ്ടിട്ട് നമുക്ക് ഇവിടെ ഒട്ടുമിക്ക മൊണാസ്ട്രികളും ക്ലോസ്ഡ് ആണ്. നമുക്ക് അങ്ങോട്ട് അകത്തേക്ക് കയറ്റൂല. അപ്പം നമ്മളിപ്പോൾ ആദ്യം പോയാൽ ഇവം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ മൊണാസ്ട്രി അടിപൊളി സംഭവം കേട്ടോ. പക്ഷേ നമുക്ക് എന്താ പറയുക, അകത്തോട്ട് കയറ്റിയില്ല. അവിടെ പോയി ബാക്കിയെന്ന് കാണേണ്ടി വന്നു. ബാക്കിയെന്ന് അതെ സെക്യൂരിറ്റി ഒക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആള് ചെറിയൊരു ക്ലിപ്പ് എടുത്തു. നമ്മൾ കണ്ട ഒരു ചെറിയൊരു ക്ലിപ്പ് എടുത്ത് തന്നു, അതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അകത്തോട്ടൊന്നും കയറിയിട്ടൊന്നും കാണാൻ പറ്റിയില്ല. സംഭവം ഒരു വല്ലാത്തൊരു നഷ്ടമായി പോയത്. നമ്മുടെ സമാധാനത്തെ ജീവിക്കാൻ അത് കറക്റ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ എവിടെ നിന്നൊക്കെ വരുന്നവരാണ്, എന്തൊക്കെയാണ് കൊണ്ട് കൊടുക്കുന്നത്. ഭയങ്കര അതിൻ്റെ ഞാനൊരു ഗൂഗിൾ റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് നല്ല രീതിക്ക് ആൾ വന്ന് പോകുന്നത്. അതായത് സിലിഗുരിയിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഒട്ടും മിസ് ചെയ്യാത്തൊരു സ്ഥലമാണ് ആ ഒരു മൊണാസ്ട്രി. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ കയറാൻ പറ്റിയില്ല. കുഴപ്പമില്ല, നമ്മൾ ഇനി എപ്പോഴെങ്കിലും വന്നിട്ട് ഒരു ദിവസം വന്നിട്ട് നമ്മൾ കയറാനായിട്ട് ശ്രമിക്കും. നമ്മുടെ ആ ഒരു കൂർഗിൽ കണ്ടതിൻ്റെ 2 ഇരട്ടിയുണ്ട് കേട്ടോ. നമ്മുടെ കൂർഗിലെ ആ ഒരു മൊണാസ്ട്രിയുടെ 2 ഇരട്ടിയുണ്ട്. അപ്പം സംഭവം തന്നെ കൊള്ളാം. ഇനിയിപ്പോൾ നമ്മളിതാ ഈ ഒരു ഫോറസ്റ്റിലൂടെ നമ്മൾ നേരെ സിക്കിം ലക്ഷ്യമാക്കി, സിക്കിം അല്ല, നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിയുള്ള എന്തെങ്കിലും കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ സിക്കിം റൂട്ടിലേക്കാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഡാർജിലിംഗ് നമ്മൾ പോകുന്നില്ല. ഡാർജിലിംഗ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. നമ്മൾ പിന്നെ ആ ഒരു ട്രെയിൻ സർവീസിന് വേണ്ടി അവിടെ പോകുന്നതിന് ഊട്ടി പോകണം. അതെ അല്ല, ട്രെയിൻ സർവീസ് നമ്മൾ എടുക്കുന്നില്ല. അത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. നമ്മളെന്തായാലും ഒരുപാട് പൈസ പൊളിച്ച് നമ്മൾ കളിക്കുന്നില്ല. പ്രത്യേകിച്ചിട്ട് വേറെ കാര്യങ്ങളൊന്നും ഇല്ല. അതെ. അപ്പം ആ ഒരു ഗാങ്ടോക്ക് നമ്മളല്ല, ഡാർജിലിംഗ് നമ്മൾ ഒഴിവാക്കി നേരെ സിക്കിം റൂട്ടാണ് നമ്മളിപ്പം ഓടിക്കൊണ്ടിരിക്കുക. മുകളിലോട്ട് കയറാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് കാലാവസ്ഥ ചെറുതായിട്ട് മാറി തുടങ്ങുന്നത്. നമ്മളിപ്പം സിലിഗുരിയിൽ നിന്ന് കുറച്ചിങ്ങോട്ട് ഓടിയപ്പോഴത്തേക്ക് തന്നെ കാലാവസ്ഥയൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു തണുപ്പൊക്കെ ഇപ്പം അടിച്ച് വരുന്നുണ്ട്. അപ്പം നമ്മളുടെ യാത്ര തുടങ്ങിയിട്ട് നമ്മൾ 3ാമത്തെ ഫോറസ്റ്റിലൂടെയാണ് പോകുന്നത്. ഫസ്റ്റ് നമ്മളുടെ മൂന്നാമത്തെ അല്ല 5ാമത്തെ സ്റ്റേറ്റ്. അതായത് നമ്മൾ തമിഴ്നാട് ഫോറസ്റ്റ് മുതുമലയിൽ കയറി. അവിടുത്തെ ഫോറസ്റ്റ് നമ്മൾ മറ്റേ എവിടെയായിരുന്നു, ബന്ദിപ്പൂർ കർണാടക ഫോറസ്റ്റിൽ കയറി. അതേപോലെ ഇങ്ങോട്ട് വരുന്ന വഴി ജാർഖണ്ഡ് ഫോറസ്റ്റിൽ കയറി. അതിൻ്റെ അപ്പുറത്ത് ബീഹാറിൻ്റെ ഫോറസ്റ്റിൽ കയറി. ഇപ്പം നമ്മുടെ വെസ്റ്റ് ബംഗാളിൻ്റെ ആ ഒരു ഫോറസ്റ്റിലൂടെ നമ്മൾ ആ ഒരു സിക്കിം റൂട്ടിലേക്ക് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള നല്ല കിടിലൻ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. മുകളിലോട്ട് കയറാൻ തുടങ്ങിയിട്ട് നമ്മൾ ആ ഒരു സിക്കിമിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് കയറാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്.
അപ്പം മൊത്തം നല്ല ബ്ലോക്കാണ്. ഇത് ആ ഒരു എന്താ പറയുക, ഒരു റെയിൽവേ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കിടക്കുന്ന വണ്ടികളാണ് ഈ കിടക്കുന്നത്. നമ്മൾ ഭാഗ്യത്തിന് കുറച്ച് നേരം കിടക്കേണ്ടി വന്നുള്ളൂ, എന്നാലും അത്യാവശ്യം തിരക്കില്ലാത്ത രീതിക്ക് ഒരു ബ്ലോക്ക് കിട്ടി. അപ്പോൾ ഇനി നമ്മൾക്ക് നേരെ സിക്കിം ലക്ഷ്യമാക്കി യാത്ര തുടരാം. വളരെ ഇടുങ്ങിയ റോഡുകളാണ്, നല്ല ഇടുങ്ങിയ റോഡുകളാണ്. നമ്മൾ ഇത്രയും ദിവസം വന്നത് വെച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഇനി കാഴ്ചകളായിരിക്കും ഇനി അങ്ങോട്ട് വരും. ആ ഒരു ഹൈവേ അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഇല്ല. നമുക്കും വേണ്ടത് ഇതാണ് അല്ലേ പോലെ. പിന്നെ ഹൈവേ കൂടെ നമ്മളോട്ട് ഇത് ഈ ഹൈവേയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ആദ്യം ഓർമ്മ ആന്ധ്രാപ്രദേശ് ആർമിയുടെ ഒരു കിട്ടില്ല സാധനം. ഇതൊന്ന് ഓടിക്കാൻ കിട്ടുന്നെങ്കിൽ ഈ സിക്കിം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. എപ്പോഴും നല്ല അതെ, നോർത്ത് ഈസ്റ്റ് ഫുള്ള് മൊത്തം മിക്കപ്പോഴും ഈ ഒരു ഫ്ലഡ് ലാൻഡ് സ്ലൈഡൊക്കെ അത് എക്സ്ട്രീം ആയിരിക്കും. ഇവിടെ നമുക്കിവിടെ സൈഡിലായിട്ടൊരു റിവർ കാണാം, അതിന് താഴത്ത് അവിടുത്തെ ഏറ്റവും താഴത്ത് കൊണ്ടുവച്ചിട്ട് ലോറിയിലൊക്കെ കല്ലൊക്കെ കയറ്റുന്നുണ്ട്. ഇവിടുത്തെ കല്ലൊക്കെ നല്ല കിടിലോടാ, നമ്മുടെ ഉരുളങ്കല്ലാണ്, പാറ തന്നെ നല്ല ഉരുളങ്കല്ല്, നമ്മൾ ഈ അക്വേറിയത്തിലൊക്കെ ഇടുന്ന പോലത്തെ രീതിക്കുള്ള. അതെ അതെ, ആ സംഭവം നല്ല അടിപൊളി സെറ്റപ്പാണ്. നമുക്ക് ഇവിടെ ഈ മതിലൊക്കെ കെട്ടിയേക്കുന്നതൊക്കെ മൊത്തവും ഇത് ഈ കല്ല്, ഈ ഉരുളങ്കല്ല് വെച്ചിട്ടാണ്. നമ്മളിവിടെ പാറ എടുക്കുന്നതിന് വരെ ഇവിടെ ഈ ഉരുളങ്കല്ല് അടുക്കിയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു വെസ്റ്റ് ബംഗാൾ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ളവർക്ക് മാസ്ക് നിർബന്ധമാണ്. അപ്പം ഇവിടെ അല്ലാത്ത പുറത്തുനിന്ന് വരുന്നവർക്ക് എല്ലാവർക്കും മാസ്ക് നിർബന്ധമാണ്. അവർ നമ്മുടെ ചോദിച്ചു മാസ്ക് വെക്കാതെ ആൾക്കാർ നടക്കുന്നുണ്ട്, നമ്മൾ നടക്കുമ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ. അതെ അതെ, അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ മാസ്ക് വെക്കാതെയാണ് നടക്കുന്നതെന്ന് വെച്ചിട്ട് നമ്മൾ മാസ്ക് വെക്കാതെ നടക്കരുത്. നല്ല ഒന്നാം തരം പെറ്റടിച്ച് കൈ തരും. അവിടെ അതെ മുകളിലായിട്ട് നമുക്കൊരു ചെറിയൊരു ക്ഷേത്രമാണെന്നാണ് തോന്നുന്നത്. ക്ഷേത്രമാണോ ഹോട്ടലാണോ? ഒരു ചെറിയൊരു ക്ഷേത്രം. അപ്പോൾ ഈ കാണുന്നതാണ് കൊറോണേഷൻ ബ്രിഡ്ജ്. നമുക്കിവിടെ ഈ ഒരു സിലിഗുരിയിലെ ഏറ്റവും വലിയൊരു അട്രാക്ഷനാണ് ഈ ഒരു കൊറോണേഷൻ ബ്രിഡ്ജ്. നമുക്ക് നോക്കട്ടെ, അപ്പുറത്തെ സൈഡിൽ ചെന്നിട്ട് വണ്ടി നിർത്താൻ പറ്റുമെങ്കിൽ വണ്ടി നിർത്തിയിട്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങാം. സിലിഗുരിയിലെ ഒരു ഏറ്റവും പ്രധാനമായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സംഭവം കേട്ടോ ഈ ഒരു കൊറോണേഷൻ ബ്രിഡ്ജ്. സംഭവം അടിപൊളിയാണ്. പിന്നെ സവോക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതുണ്ട്, ഈ ഒരു പുലി ഇവിടെ ഉള്ളത് കൊണ്ടിട്ട് തന്നെ, ഈ രണ്ട് സൈഡിലും ഈ പുലി ഉള്ളത് കൊണ്ടിട്ട് തന്നെ പുലിപ്പാലമെന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ കാണുന്ന ഈ ഒരു നദി തീസ്ത നദിയാണ് ഇവിടെ ഈ ഒഴുകുന്നത്. അപ്പോൾ കേസ് നമ്മളിപ്പം സിക്കിമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു വന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് പെട്രോൾ അടിച്ച് ഡീസൽ ഫില്ല് ചെയ്തിട്ട് പോകാമെന്ന് വെച്ചു. അങ്ങോട്ട് കയറിയിട്ട് ആ ഒരു വഴിയൊക്കെ കണ്ടിട്ട് ഒരു ഡീസലൊന്നും കിട്ടാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാലും ഫുൾ ടാങ്ക് ആക്കാം. ഫുൾ ടാങ്ക് ആക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് അടുത്ത് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഹിമാലയത്തിലെ കലിപ്പ് മഴ. അതെ, നമ്മളിപ്പം ആ ഒരു സിക്കിമിലേക്ക് നമ്മൾ റിട്ടേൺ പോയി ഡീസൽ അടിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും വേറെ ലെവലായി കേട്ടോ. മൊത്തം മഴയെന്ന് വെച്ചാൽ നല്ല അന്യായ മഴ. ഇവിടെ സത്യം പറഞ്ഞാൽ മഴ വരുന്നത് വളരെ പേടിക്കേണ്ട രീതിക്കുള്ളൊരു മഴയാണ്. ഏത് സമയത്തും ലാൻഡ് സ്ലൈഡ് സംഭവിക്കാൻ പറ്റുന്ന ഇത് നോക്കി മൊത്തം ആർമി വണ്ടി കേട്ടോ. നമ്മളിപ്പം ഈ ഒരു സിക്കിമിലോട്ട് റൂട്ടിലോട്ട് ഓടിക്കഴിഞ്ഞാൽ മൊത്തം ആർമി വണ്ടിയാണ് ആ വരുന്നത്. എൻ്റെ പൊന്നടാവും, ഈ സാധനം കാണുമ്പോഴത്തേക്കും ഒരു രോമാഞ്ചമാണ്. വേറെ കാര്യം ഡ്രൈവ് ഇങ്ങനെ വരുന്ന കാണുമ്പോൾ ഒരു ധൈര്യം. കാര്യം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് വഴി വീണ ആരും നിർത്തിയില്ലെങ്കിൽ അവരുടെ അടുത്തൊന്ന് കൈ കാണിച്ചാൽ അവർ സഹായിക്കാതിരിക്കത്തില്ല. ശരിയാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആർമിക്കാരൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ എല്ലാം ഒന്നും പറ്റാതിരിക്കട്ടെ എന്തായാലും. അറിയാട്ടോ, നമ്മളിപ്പോൾ ആ ഒരു ഡീസൽ അടിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ മൊത്തം മഞ്ഞ് വന്ന് മൂടിയിട്ടുണ്ട്. ഇത് നോക്കിയേ, എന്താണ് താഴ്വര എൻ്റെ മുമ്പോ. ഇവിടെ താഴത്ത് ഇത് കല്ല് ഇറക്കി എടുക്കുന്നുണ്ടോ? ഹൈവ ഇത് നോക്കിയേ, ഇതിവിടെ കല്ല് ഇറക്കി എടുത്തിട്ട് ഇവിടെ താഴത്ത് നിന്ന് കയറിയിട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അടിപൊളി സെറ്റപ്പ്. ഗാങ്ടോക്ക് ഇവിടെ നിന്ന് 92 കിലോമീറ്റർ. ചെക്ക് പോസ്റ്റ് ആണത്, അത് മരം ചരിച്ചിരിക്കണം. നാച്ചുറൽ ചെക്ക് പോസ്റ്റ്. അതെ, ഒരു മരം ചരിഞ്ഞ് വട്ടാൻ നിൽക്കുന്നുണ്ടല്ലേ.
റോഡൊക്കെ ചെറിയ രീതിക്കൊക്കെ മോശമായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. ആ മരത്തിന് ആ ഇതിനകത്ത് വന്ന് തടഞ്ഞു നിൽക്കുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഒന്നത് ഇട്ട് കഴിഞ്ഞാൽ നേരെ താഴെ ഇരിക്കും. അധികം ഇവിടുത്തെ ടാക്സി മൊത്തം വാഗണറാണ് കേട്ടോ. വാഗണറും അതേപോലെ ആൾട്ടോയും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെയല്ല, നമ്മൾ ഹിമാചലൊക്കെ പോയപ്പോഴത്തേക്ക് മൊത്തം ആൾട്ടോ ആയിരുന്നു. പക്ഷേ ഇവിടെ കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് വാഗണറാണ് ടാക്സി ആയിട്ട് കാണുന്നത്. എന്നാ വിടല വെച്ച് പറപ്പിക്കുക അതിൻ്റെ വാഗണർ ഇട്ടിട്ട്. ഇത് നമ്മളിപ്പോൾ കണ്ട പണിതുകൊണ്ടിരിക്കുന്ന ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ ആയിരിക്കും അല്ലേ? ആയിരിക്കും. ഡാമൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തില്ല. ഡാമൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ഡാമൊന്നും ഷൂട്ട് ചെയ്തില്ല. ഇങ്ങോട്ട് വരുന്ന വഴി അവിടെ ഒരു സെക്യൂരിറ്റി റീസൺസ് നമുക്ക് ഇങ്ങോട്ട് വരുന്ന വഴി അവിടെ ഒരു ഡാമൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയ ആയിരിക്കും ഈ കാണുന്നത്. റോഡ് അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിക്ക് മോശമാണ്. എൻ്റെ ഇവിടെ ഇറങ്ങി നിൽക്കുന്നൊരു വളരെ സൂക്ഷിക്കണം. ഇവിടുത്തെ ഈ കുരങ്ങൾ കണ്ടില്ലേ, നമ്മുടെ അവിടെ കാണുന്ന രീതിക്കുള്ള സാധനമേ അല്ല. അവിടെ നമ്മളിപ്പോൾ ആ ബ്രിഡ്ജിൻ്റെ അവിടെ കൊറോണേഷൻ ബ്രിഡ്ജിൻ്റെ അവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു കൊച്ചിൻ്റെ കയ്യിൽ നിന്നൊരു സാധനം തട്ടിപ്പോയിട്ട് കൊച്ചു ഉൾപ്പെടെ പോയെന്ന് തോന്നി. ഞാൻ പെട്ടെന്ന് ഓടി വണ്ടിക്ക് വന്ന് കയറി വെച്ച്. അപ്പം വളരെ സൂക്ഷിക്കണം. ഇവന്മാർ ഭയങ്കര റിസ്ക്കാണ്. നമ്മുടെ അവിടെ കണ്ടുവരുന്ന ആ രീതിക്കുള്ള ആ ഒരു കുരങ്ങന്മാരല്ല. ഇവന്മാർ ഇച്ചിരി കൂടെ ഡേഞ്ചറാണ്. പിന്നെ ഇവിടെ നമ്മൾ മറ്റ് കണ്ടുവരുന്ന സംഭവമാണ് ഇവിടുത്തെ ഈ റോഡൊക്കെ കണ്ടില്ലേ. റോഡ് മൊത്തവും പണി കഴിഞ്ഞിട്ട് മൊത്തം ഈ മെറ്റിൽ വാങ്ങിയേക്കാണ്. മെറ്റിൽ ആ റോഡിൻ്റെ മുകളിൽ കൂടെ മെറ്റിൽ വാങ്ങിയേക്കാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് വണ്ടി ഗ്രിപ്പ് കിട്ടും. നമ്മളിപ്പം അവിടെയൊക്കെ നമ്മൾ ഇൻ്റർലോക്ക് ഇട്ട് അതിൻ്റെ അത് കൊണ്ടുപോയിട്ടൊന്ന് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ വഴിക്ക് പല വഴിക്ക് പോകും. പക്ഷേ ഇവിടെ നമ്മൾ ആ ഒരു പ്രശ്നമില്ല. ഇത്രയും ഈ ഒരു ഹൈ റേഞ്ചും കൂടെ ആയതുകൊണ്ടിട്ടാവാം അത് കംപ്ലീറ്റ് ഇങ്ങനെ ആ ഒരു മെറ്റിൽ ഭാഗിക്കുന്നതുകൊണ്ടിട്ട് നമുക്ക് നല്ല കംഫർട്ടബിളാണ്. ഇപ്പോൾ എന്തെങ്കിലും ബ്രേക്ക് പിടിക്കാനാണെന്നുണ്ടെങ്കിലും നല്ലൊരു ഗ്രിപ്പ് കിട്ടും. അത് സംഭവം എന്തായാലും കൊള്ളാം. അപ്പോൾ ഇവിടേക്കുള്ള കംപ്ലീറ്റ് റോഡുകൾ പാലങ്ങളെല്ലാം BROയുടെ അണ്ടറിലുള്ളതാണ്. ഇവിടെ നമുക്ക് കാണാം ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. പിന്നെ മൊത്തം ഇവിടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വെച്ചിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. കുറേ ചേച്ചിമാർ മൊത്തം വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെയാണ്. എന്താ പറയുക, ഇവിടുത്തെ ഏറ്റവും കൂടുതൽ കൃഷിയുള്ളതായിരിക്കാം സംഭവം. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇവിടെ നേരെ സിക്കിമാണ് നമ്മളുടെ ലക്ഷ്യം. നമ്മളെന്തായാലും ഡാർജിലിങ്ങിന് പോകുന്നില്ല. ഡാർജിലിങ് ആ ഒരു ടോയ് ട്രെയിനൊക്കെയാണ്, അതിനോട് താല്പര്യമില്ല. സോ അങ്ങോട്ട് പോകുന്നില്ല. അതെ, അത് സത്യം പറഞ്ഞാൽ ആ ഒരു ടെക് ട്രാവൽ ഈറ്റിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഏകദേശം ആ ഒരു സ്ഥലത്ത് പോകണ്ട എന്നായിരുന്നു. അതുകൊണ്ടിട്ട് അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല. നമ്മളിപ്പോൾ നേരെ സിക്കിം ലക്ഷ്യമാക്കി നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വളഞ്ഞു വന്ന് അവിടെ നിന്നാണ് നമുക്ക് ആ ഒരു ഡാർജിലിംഗ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ ഇപ്പം സിക്കിം റൂട്ടാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ബ്ലോക്കാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ആ ഒരു ഭയങ്കര കുഞ്ഞു വഴിയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ബ്ലോക്കുകളൊക്കെ ഉണ്ട്. നമുക്കിനിയിപ്പം നേരെ സിക്കിം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കുള്ള ഏറ്റവും ഫീൽ ചെയ്തൊരു സംഭവമാണ്. നമുക്കിപ്പം ആ ഒരു വെസ്റ്റ് ബംഗാളിൽ നിന്ന് മാറി, വെസ്റ്റ് ബംഗാൾ കൂടെയാണ് നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുക സിക്കിമിനോട്ട് അടുത്തിട്ടിരിക്കും. ഇവിടെ നമുക്കിപ്പോൾ കാണാം, ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടികൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയും സിക്കിം രജിസ്ട്രേഷൻ വണ്ടിയാണ്. എന്ത് ശാന്തമായിട്ട് ഒരു വണ്ടി ഓടിക്കാന്ന് അറിയാമോ. ഒരു ഹോണടിയില്ല, ഒന്നുമില്ല. ആ കൊൽക്കത്തയെ വെച്ചിട്ട് നമ്മൾ ഒരു എന്താ പറയാ ചിലപ്പോൾ അവനൊരു 200 മീറ്റർ അപ്പുറത്തായിരിക്കും. അവിടുന്ന് തുടങ്ങും ഹോണടിച്ച് നമ്മൾ അവൻ വണ്ടി അങ്ങോട്ട് മാറ്റി ഒതുക്കി കൊടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞാലും അവൻ എന്നിട്ട് ഹോണടിച്ച് നമുക്ക് റിലേ മൊത്തത്തിൽ ഒരു ആംബുലൻസ് വന്നപ്പോൾ നമ്മൾ ആംബുലൻസ് വന്നപ്പോൾ അങ്ങോട്ട് ഒതുക്കി കൊടുത്തപ്പോൾ ഒതുക്കിയ സ്ഥലത്ത് അപ്പുറത്തേക്ക് വേറെ വണ്ടി കയറ്റുന്നു. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കൊൽക്കത്തയിലൊക്കെ വണ്ടി ഓടിക്കാൻ വേണ്ടിട്ട് വരുന്നത് ഒരു ഹെഡ്ഫോൺ എടുത്ത് ചെവി വെച്ചിട്ട് ഫുൾ സൗണ്ടിൽ പാട്ടം കേട്ടേക്കണം, എന്നിട്ട് വണ്ടി ഓടിക്കാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് വെച്ചാൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. നമുക്ക് നശിപ്പിച്ച് കളയും നമ്മളെ മുത്തീനെയും മറ്റേ അവരുടെ മുത്തീനെയൊക്കെ നമ്മൾ മനസ്സിലേക്ക് ഓർത്തു പോകും. നമുക്ക് ശരിക്കും വെറുപ്പ് തോന്നും. അതാണ്, അത്രമാത്രം വെറുപ്പിച്ചിട്ടാണ് ഇവർ ഹോൺ അടിക്കുക. പക്ഷേ ഇപ്പം ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ല. നല്ല ശാന്തമായിട്ട് എത്ര ബ്ലോക്കിൽ കിടന്നാലും വളരെ ശാന്തമായിട്ടാണ് ഈ ഒരു സിക്കിമിലുള്ള ആൾക്കാരെല്ലാം വണ്ടി ഓടിക്കുക. അതെന്തായാലും ഭയങ്കര ആ ഒരു ഹോണടി പോയപ്പോഴത്തേക്ക് തന്നെ ഒരു ഭയങ്കര ഒരു ആശ്വാസമായി. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് നാദുല പാസിൻ്റെ അവിടുത്തെ ആ ഒരു ബോർഡ് കണ്ടിട്ടോ. അവിടെ നമുക്ക് നാദുലയിലേക്ക് ഇവിടുന്ന് നമുക്ക് ഏകദേശം ഒരു 110-120 കിലോമീറ്റർ അടുത്ത് നാദുലയിലേക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സിക്കിം ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് അധികം ദൂരമൊന്നും കാണത്തില്ലായിരിക്കും അല്ലേടാ? ഇല്ല, കാണത്തില്ല. അധികം ദൂരമൊന്നും കാണത്തില്ലായിരിക്കും. പക്ഷെ അങ്ങോട്ടേക്കുള്ള പാസ് കിട്ടുമെന്നുള്ള കാര്യം അറിയണം. അതിനെക്കുറിച്ച് ഒരു ഐഡിയ നമുക്കില്ല. നമ്മളെന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി അന്വേഷിക്കണമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇപ്പം നമ്മൾ കുറച്ചും കൂടെ മുകളിലോട്ട് കയറി വന്നപ്പോഴത്തേക്കും മൊത്തം ഓറഞ്ചാണ്. ഇത് കണ്ടില്ല, മൊത്തം ഓറഞ്ചും കൊണ്ടിരിക്കുന്ന
കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന ചേച്ചിമാർ. എന്തൊക്കെ ലുക്കാണ് ഇവരെ കാണാൻ. അയ്യോ, ഇത് ഹെവി റിസ്ക് പിടിച്ച റൂട്ടാട്ടോ. ഈ റോഡിൻ്റെ അവസ്ഥയാണിത്. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡൊക്കെ മൊത്തം ലാൻഡ് സ്ലൈഡ് ഉണ്ടായി കിടക്കുന്ന ഒരു സെറ്റപ്പാണ്. എൻ്റെ മോനെ ഇത് നോക്കിക്കേ, ഇതൊക്കെ മൊത്തം ഇതൊക്കെ എങ്ങനെ ഇനി ലെവലാക്കി എടുക്കൂലേ? വല്ലാത്തൊരവസ്ഥ കൊണ്ടവേ. നമ്മളിപ്പം ആ ഒരു തീസ്ത ബ്രിഡ്ജ് കയറുവാണ്. അവിടെ ഒരു എന്തോ ഒരു ടണലിലേക്ക് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മലനിരകളിങ്ങനെ വെട്ടി വെച്ചേക്കുന്നതൊക്കെ അത് പൊളിഞ്ഞു വരിക്കാൻ വേണ്ടിയിട്ട് തന്നെ സെറ്റപ്പൊക്കെ ആയിരിക്കും അല്ലേ. ഈ ഒരു തീസ്ത നദിയാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കൂടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ആ ഒരു ടണല് പണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ടണൽ പണിയാൻ വേണ്ടിയിട്ട് ആ സംഭവം അത് കൊള്ളാമല്ലോ, എന്ത് പൊളിയായിട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ പൊന്നെ പോളീസാണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോകുന്ന വഴി ഈ സിക്കിമിൻ്റെ ഈ ഭാഗത്ത് റിവർ റാഫ്റ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പം റാഫ്റ്റിംഗ് ഒക്കെ വേണ്ടവർക്ക് വേണമെന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ റാഫ്റ്റിംഗ് ഒക്കെ എടുക്കാനായിട്ട് പറ്റും. ഇവിടെ എത്രമാത്രം അടിപൊളിയായിരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ലായിരിക്കും. ഈ ഒരു തീസ്ത നദിയിലൂടെ ഒരു റാഫ്റ്റിംഗ്. നമ്മുടെ ആ ഒരു സിലിഗുരിയിൽ നിന്ന് നമുക്കിപ്പോൾ ആ ഒരു സിക്കിമിലേക്കുള്ള ഡ്രൈവ് ഒരു രക്ഷയില്ല കേട്ടോ. ആ ഒരു തീസ്ത നദിയുടെ ആ ഒരു സൈഡിലൂടെ കംപ്ലീറ്റ് നമ്മൾ മണാലി പോകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് എന്ത് വരുന്ന ആ നദിയിൽ വരുന്ന സിയാസ്. അപ്പം ആ ഒരു സിയാസ് നദിയുടെ കൂടെയാണ് മണാലിയിൽ നമ്മൾ പോകുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു തീസ്ത നദിയാണ്. സംഭവം അടിപൊളിയാണ്, നല്ല ഒരു ആംബിയൻസ് ആണ്. നമുക്ക് ഇതിലെ കൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ മൊത്തവും ഈ ഒരു താഴ്വാരയുടെ സൈഡിലായിട്ട് കുറേ വില്ലേജുകൾ ഒക്കെ ഒരു നൈസ് ഒരു ആംബിയൻസ് ആണ്. അപ്പോൾ കഴിച്ച് നമ്മൾ ആ ഒരു തീസ്ത നദിയുടെ സൈഡിലായിട്ട് നമ്മൾ നിർത്തിയാണ്. നമ്മുടെ ഇപ്പം ഇതൊക്കെ കംപ്ലീറ്റ് ആർമി ഏരിയ ആണ്. അപ്പം നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി. ഇത് കണ്ടില്ല, ഇവിടെ ഈ കാണുന്ന തീസ്ത നദിയാണ്. അവിടെ കണ്ടില്ലൊക്കെ മൊത്തം ലാൻഡ് സ്ലൈഡ് സംഭവിച്ച് നടക്കുന്ന ഒരു ഏരിയാസ് ആണ് അവിടെയൊക്കെ മൊത്തം. പിന്നെ അവിടെ താഴത്തോടെ നമുക്കൊരു ചെറിയൊരു റോഡ് കാണാം. പിന്നെ ഈ കാണുന്നതാണ് ആ ഒരു നദി ഒഴുകുന്നത്. നമ്മളിവിടെ ജസ്റ്റ് ഒരു 5 മിനിറ്റത്തേക്ക് ഒന്ന് വണ്ടി നിർത്തിയാണ്. അപ്പം ഇനിയിപ്പം ഒരുപാട് സമയം നമ്മളിവിടെ നിന്ന് പോസ്റ്റ് ആവുന്നില്ല. നമുക്ക് ഇന്ന് എന്തായാലും സിലിഗുരി ഇവിടെ പിടിക്കണം. എവിടെയാണ് നമ്മുടെ സിക്കിം ഗാങ്ടോക്ക് പിടിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇനിയിപ്പം ഇവിടുന്ന് വണ്ടി എടുത്ത് വിട്ടേക്കാം. ഇത് അവിടെ നമുക്ക് ആ താഴത്ത് കണ്ടില്ലേ, അവിടെ ഈ ഒരു എന്താ പറയുക, ഈ നദിയുടെ അരികിലായിട്ട് ടെൻറ്റ് ക്യാമ്പിങ്. എന്താ സ്കീമെന്ന് അറിയത്തില്ല. ഇനി ഇവിടുത്തെ പണിക്കാരാണോ അതോ ഇനി ഈ ടൂറിസ്റ്റുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പിംഗ് ആണോ എന്നൊന്നും അറിയത്തില്ല. ഇത് നമുക്ക് അങ്ങോട്ട് കുറച്ചുകൂടെ മാറുമ്പോൾ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ടതാ ഇത് കണ്ടില്ല, ആ ഒരു നദിയുടെ അരികിലായിട്ട് ഫുള്ള് ടെൻറ്റ്. അടിപൊളി. ഇത് കണ്ടില്ലേ, ഇതാണ് സംഭവം. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ലാൻഡ് സ്ലൈഡ് ഏരിയ കിടപ്പുണ്ട്. അങ്ങനെ നേരെ താഴത്തായിട്ട് ക്യാമ്പിങ്. അപ്പോൾ ഗൈസ് നമ്മൾ സിക്കിമിലേക്ക് കയറാൻ പോവാണ്. വെൽക്കം ടു സിക്കിം. നമ്മളിപ്പോൾ സിക്കിമിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ ലെഫ്റ്റാണ് നമുക്ക് ആ ഒരു ഗാങ്ടോക്ക് ഭാഗത്തോട്ടൊക്കെ പോകാനായിട്ടുള്ളത്. ഓ, സംഭവം കിട്ടില്ല സിറ്റിയാണല്ലോ.
നമ്മൾ ഗാംഗ്ടോക്കിൽ എത്തി. നമ്മൾ ഗാംഗ്ടോക്കിലെത്തി. ഇവിടെ എന്താ പറയുക, കുറേ സ്ഥലങ്ങൾ. അവിടെ പാർക്കിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഗാംഗ്ടോക്ക് ഭയങ്കര ഒരു ചെറിയൊരു സിറ്റിയാണ്. അപ്പം എന്താ പറയുക, അവിടെ പാർക്കിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് മാറി ഒരു മേക്ക് ബൈ ട്രിപ്പിൽ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എന്തുവാ ഹിഡൻ അഡോബ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തു. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇതാണ് റൂം. ഒരു 850 രൂപയ്ക്ക് നമുക്ക് കിട്ടിയതാണ്. മേക്ക് ബൈ ട്രിപ്പിൽ നിന്നാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റൂമാണ്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. നമുക്കിനിപ്പോൾ കിടന്ന് ഉറങ്ങട്ടെ. നല്ല ടയർഡാണ്. നമ്മൾ അവിടെ നിങ്ങോട്ടുള്ള ആ ഒരു ഡ്രൈവ് കഴിഞ്ഞു. നമ്മളിവിടെ അത്രയും ഡ്രൈവ് ചെയ്ത് വന്നതാണ്. അപ്പം ആകെപ്പാട് മൊത്തത്തിൽ ടയർഡാണ്. സോ ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങട്ടെ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഇനി സിക്കിമിന് നല്ല കുറച്ച് വീഡിയോസൊക്കെ കാണാം. ഇനി ഇവിടുത്തെ പെർമിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊന്നും അറിയത്തില്ല, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്കിനി അന്വേഷിക്കണം, തിരക്കണം. അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോസിലൊക്കെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാലേ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി സിക്കിമിലെ നല്ല കിടിലൻ കാഴ്ചകളും അതേപോലെ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ വീഡിയോസൊക്കെ വരാനായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ.